തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടന്ന അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ തൊഴിലാളി സുരേന്ദ്രനും ആഞ്ജനേയനും ശസ്ത്രക്രിയയ്ക്ക് വിധേയരായി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 4 പേർ നിലവിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. വാഹനം ഓടിച്ച വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുനാഥനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. രാഹുൽ ജി നാഥ് ചേർന്നു വിവരങ്ങളുമായി. രാഹുൽ, ഇവരുടെ ആരോഗ്യ നിലയെപ്പറ്റി ഡോക്ടർമാരൊക്കെ എന്താണ് പറയുന്നത്? മാത്രമല്ല, ഈ എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നിലവിൽ പരിക്കേറ്റ 4 പേരുടെയും ആരോഗ്യനില ഇന്നലത്തെ പോലെ തന്നെ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. 4 പേരും വെന്റിലേറ്ററിലാണ്. അതിൽ 2 പേർ ഓട്ടോറിക്ഷ തൊഴിലാളിയായ സുരേന്ദ്രനൊപ്പം ആഞ്ജനേയൻ. ഇവർക്ക് 2 പേർക്കും ശസ്ത്രക്രിയയ്ക്ക് വിധേയരായി. ഇവർക്ക് തലയ്ക്കാണ് പരിക്കേറ്റുള്ളത്. ഒപ്പം ശ്രീപ്രിയയ്ക്ക് നട്ടലിലാണ് പരിക്കേറ്റുള്ളത്. അതിൻ്റെ ചികിത്സ തുടരുകയാണ്. എന്തായാലും നമ്മൾ ഇന്നലെ CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ് എത്രമാത്രം വേഗതയിലാണ് വാഹനം വന്നിടിക്കുന്നത്. അവർക്കൊന്നും മാറാൻ പോലും കഴിയുന്നില്ല. അത്തരത്തിൽ വലിയ വേഗതയിൽ വാഹനം വന്നിടിക്കുന്നു. അതിൽ ആ ഇടിയിലുണ്ടായ ആഘാതമുണ്ട്. ഒപ്പം ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പ്രധാനമായും തലയിടിച്ച് വീണ് പരിക്ക് ഉള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. എന്തായാലും ഈ 4 പേര് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. ഒപ്പം ഈ വാഹനം ഓടിച്ചത് വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുനാഥാണ്. വിഷ്ണുനാഥിനെതിരെ എഫ്ഐആർ പോലീസ് രജിസ്റ്റർ ചെയ്തു. അലക്ഷ്യമായ ഡ്രൈവിംഗ്, ഒപ്പം ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള കൃത്യം ചെയ്തു എന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ എന്തായാലും കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ തന്നെ വാഹനത്തിലുണ്ടായിരുന്ന വിഷ്ണുനാഥിനും ഒപ്പം അമ്മാവൻ വിജയൻ്റെയും ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി അപകടകരമായ രീതിയിൽ ഡ്രൈവിംഗ് പരിശീലനം നടത്തുക. അത് പരിശീലനം നടത്താൻ കഴിയുന്ന വാഹനത്തിലല്ല അവർ നടത്തിയത്. ഒപ്പം പരിശീലനം നടത്താൻ കഴിയുന്ന റോഡിലുമല്ല നടത്തിയത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്നലെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക്, സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയത്.